ദുൽഖറിന്റെ ലക്കി ഭാസ്കർ സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ വീണ്ടും ചർച്ചയായ പേരാണ് ഹർഷത് മേത്ത. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പോലും പിടിച്ചുകുലുക്കാൻ കഴിയുന്ന, ഇന്ത്യയെ ഞെട്ടിച്ച, രാജ്യം അതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു തട്ടിപ്പിന്റെ കഥ. ഗുജറാത്തിൽ ഒരു സാധാരണ ടെക്സ്റ്റൈൽസ് വ്യവസായിയുടെ മകനായി ജനിച്ച ഹർഷത് ശാന്തിലാൽ മേത്തയുടെ ജീവിതകഥ ഏതൊരു സിനിമയെയും വെല്ലുന്നതായിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം മുംബൈയിലേക്ക് കോളേജ് വിദ്യാഭ്യാസത്തിനായി വന്ന ഹർഷത് പിന്നീട് 8 വർഷത്തോളം നിരവധി ചെറുകിട ജോലികൾ ചെയ്ത് കഴിഞ്ഞുകൂടി. സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിച്ചത് മുതലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യം തോന്നിയ മേത്ത ഓഹരി വിപണിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുന്ന ഹർജീവൻ ദാസ് നിമിദാസ് സെക്യൂരിറ്റീസിൽ ബ്രോക്കറായി ജോലി തരപ്പെടുത്തുന്നു. അസാധ്യമായ വാക്ചാതുര്യമുള്ള മേത്തയ്ക്ക് ഈ ജോലിയിൽ പേരെടുക്കാൻ അധിക കാലം വേണ്ടി വന്നില്ല. പിന്നീട് ഒരു സ്ഥാപനം സ്ഥാപിക്കുകയും വലിയ രീതിയിൽ ഓഹരി വിപണിയിൽ ട്രേഡിംഗ് തുടങ്ങുകയും ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യാജ ഡിമാൻഡ് കാണിച്ചാണ് അദ്ദേഹം തന്റെ തട്ടിപ്പിന് തിരികൊളുത്തുന്നത്. പിന്നീട് അങ്ങോട്ട് രാജ്യം കണ്ടത് ഒരു സാധാരണക്കാരന്റെ അസാധാരണ വളർച്ചയായിരുന്നു. മുംബൈയുടെ കടലോരത്ത് 15,000 സ്ക്വയർ ഫീറ്റുള്ള മിനി ഗോൾഫ് ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെയുള്ള ആഡംബര മാളികയാണ് മേത്ത പണിതുയർത്തിയത്. ആഡംബര ജീവിതം കൊണ്ട് ആരുടെയും കണ്ണ് മഞ്ഞളിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സാധാരണക്കാരനിൽ നിന്ന് സ്വപ്നതുല്യമായ ജീവിതം സ്വന്തമാക്കിയ മേത്തയ്ക്ക് ആളുകളുടെയും മാധ്യമങ്ങളുടെയും ഇടയിൽ സൂപ്പർ സ്റ്റാർ പരിവേഷമായിരുന്നു. ബിഗ് ബുൾ എന്നും സ്റ്റോക്ക് മാർക്കറ്റിലെ അമിതാഭ് ബച്ചൻ എന്നും അദ്ദേഹത്തെ വാഴ്ത്തി. എന്നാൽ കാശിന്റെ തിളക്കത്തിൽ അദ്ദേഹത്തിന് മത്തുപിടിക്കുകയായിരുന്നു. 10 കൊടുത്താൽ 100ന് പകരം 1000 തിരിച്ചു കിട്ടണമെന്ന അത്യാഗ്രഹം അദ്ദേഹത്തിനെ കൂടുതൽ അന്ധനാക്കി. ഒരു സ്റ്റോക്കിന്റെ മൂല്യത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ നിക്ഷേപിക്കുന്ന തന്ത്രമായിരുന്നു മേത്ത എളുപ്പത്തിൽ പണം കൊയ്യാനായി കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ കോടികളായിരുന്നു അദ്ദേഹത്തിന് ആവശ്യമായി വന്നത്. അതിനുവേണ്ട പണം കണ്ടെത്താനായി കണ്ടുപിടിച്ച മാർഗമായിരുന്നു ബാങ്കുകൾ. കടപ്പത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ചാൽ പണം നേടാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. മേത്തയുടെ പതനം സംഭവിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. വ്യാജമായി നിർമ്മിച്ച കടപ്പത്രങ്ങളിലൂടെ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ തുക അയാൾ കൈപ്പറ്റാൻ തുടങ്ങി. പണത്തിന്റെ പളപളപ്പിൽ കണ്ണ് മഞ്ഞളിച്ച മേത്തയ്ക്ക് കുമിഞ്ഞുകൂടുന്ന പണത്തിനപ്പുറം ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു പറ്റം സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്ടും ബിസിനസ് ജേർണലിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ബിസിനസ് ജേർണലിസ്റ്റായ സുജേത ദലാൽ. ആദ്യ അന്വേഷണത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ സുജേത തെളിവുകൾ കണ്ടെത്താൻ ആരംഭിച്ചു. 1992 ഏപ്രിൽ 23 എന്ന ദിവസം ഇന്ത്യ അത്ര വേഗം മറക്കാൻ സാധ്യതയില്ല. ഹർഷത് മേത്തയെക്കുറിച്ച് കണ്ടെത്തിയതെല്ലാം ടൈംസ് ഓഫ് ഇന്ത്യ അന്നേ ദിവസം പബ്ലിഷ് ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 4000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. 9 വർഷത്തോളം വരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തീഹാർ ജയിലിൽ വെച്ച് തന്റെ 47-ാം വയസ്സിൽ മേത്ത അന്തരിച്ചു. ബിഗ് ബുള്ളിൽ നിന്ന് ബിഗ്ഗസ്റ്റ് സ്കാമറിലേക്ക് 9 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിൽ ഏറെയും ഗവൺമെന്റ് കണ്ടുകെട്ടി. ഹർഷത് മേത്തയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ജേർണലിസ്റ്റ് സുജേത ദാസിന് രാജ്യം 2006-ൽ പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ത്യൻ ഓഹരി വിപണിയെയും ബാങ്കുകളെയും സമർത്ഥമായി കബളിപ്പിച്ച ഹർഷതിന്റെ കഥ സ്കാം 1992 എന്ന വെബ് സീരീസായും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്.